everyone, welcome to RK Classes and I am Aditya, your English buddy. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ഇംഗ്ലീഷ് SSLCയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള A Very Old Man with Enormous Wings എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ് ചെയ്തിട്ടുള്ള മാജിക്കൽ റിയലിസം ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഷോർട്ട് സ്റ്റോറി ആണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തോളൂ. ഈ ഒരു സ്റ്റോറി, ഈ ഒരു ഷോർട്ട് സ്റ്റോറി നമ്മൾ പക്കയായിട്ടൊന്ന് പഠിക്കാൻ വേണ്ടി പോവാണ്. സോ ആദ്യം നമുക്ക് റൈറ്ററെ പരിചയപ്പെടാം അല്ലെ. ഇപ്പൊ ചിരിച്ചോണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ് ആണ് കൊളംബിയൻ നോവലിസ്റ്റ് ആൻഡ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് ഓഫ് ദ 20th century. ഒരു കൊളംബിയൻ നോവലിസ്റ്റ് ആണ്. 20th centuryയിലെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് ആണ് ആര്? ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ് എന്ന് പറയുന്നത്. ആൻഡ് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഫോർ ലിറ്ററേച്ചർ ഇൻ 1982. അദ്ദേഹത്തിന്റെ ഫേമസ് വർക്ക്സ് കൊടുത്തിട്ടുണ്ട്. ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ, നോ വൺ റൈറ്റ്സ് ടു ദ കേർണൽ ആൻഡ് 100 years ഓഫ് സോളിറ്റ്യൂഡ്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഫേമസ് വർക്ക്സ് ആണ്. Then he is one of the best known Latin American writers of our time. Okay, അപ്പം അദ്ദേഹത്തിന്റെ ഫേമസ് ഒരു ടെക്നിക്കാണ്, അദ്ദേഹം യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് മാജിക്കൽ റിയലിസം എന്നുള്ളത്. അപ്പൊ എന്താണ് ഈ മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വെച്ച് അത് പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാവരും മിന്നൽ മുരളി മൂവി കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ എനിക്കൊക്കെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഞാൻ ടൊവിനോ ഫാൻ ആണ്. അപ്പോൾ ആ ഒരു സ്റ്റോറിയിൽ നിങ്ങൾക്ക് അറിയാം, ഒരു ഇടി മിന്നൽ ഏറ്റിട്ട് നമ്മുടെ ടൊവിനോയ്ക്കും അതുപോലെ തന്നെ ആ ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടറിനും എന്ത് ചെയ്യാണ്, കുറച്ച് സൂപ്പർ പവേഴ്സ് കിട്ടാണ്. നമുക്ക് വളരെ അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണല്ലോ അത്. നമുക്ക് അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ സൂപ്പർ പവർ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്നും പോയിട്ട് 2 നേരം വെച്ചിട്ട് ഇടി മിന്നലും കൊള്ളായിരുന്നു. പക്ഷെ തട്ടിപ്പോകും, ഉറപ്പാണ്. ഇടി മിന്നൽ എത്തി കഴിഞ്ഞാൽ എന്താവും, നമ്മൾ മരിച്ചു പോകും. പക്ഷെ നമുക്ക് വളരെ അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം ബേസിൽ ജോസഫ് വളരെ അടിപൊളിയായിട്ട് നമ്മളിലേക്ക് എത്തിക്കുകയാണ്. നമ്മൾ വിശ്വസിച്ച് പോകുന്ന രീതിയിൽ നല്ല കോമൺ ആയിട്ടുള്ള കുറെ സെറ്റിംഗ് വെച്ചും നമ്മളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള നാട്ടുകാർക്ക് ഇടയിലാണ് ഈ ഒരു സൂപ്പർ ഹീറോസിനെ അദ്ദേഹം പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ കുറച്ച് ഫാന്റസിയും റിയലിസം കൂടി മിക്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, മാജിക്കും ഉണ്ട് അതുപോലെ തന്നെ റിയാലിറ്റിയും ഉണ്ട്. ഈ ഒരു ടെക്നിക്കാണ് നമ്മുടെ മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ മിന്നൽ മുരളി തന്നെയാണ്. ഓക്കെ, സോ മാജിക്കൽ റിയലിസം ഈസ് എ ജേണർ ഓഫ് റൈറ്റിംഗ് that shows the real world but with a gentle touch of magic woven into it. ഇപ്പൊ നമ്മുടെ കുറുക്കമൂല പോലെ വളരെ സാധാരണമായിട്ടുള്ള ഒരു സ്ഥലം, നമ്മളൊക്കെ ഡെയിലി നമ്മുടെ വീടിന്റെ അടുത്തുള്ള പോലെ വളരെ കോമൺ ആയിട്ടുള്ള സ്ഥലം, കുറെ കടകളുണ്ട്, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, അവരുടെ സംസാരങ്ങളൊക്കെ സാധാരണ രീതിയിലാണ്. പക്ഷെ അവിടെ ഒരു മിന്നലേറ്റപ്പോ കുറച്ച് സൂപ്പർ പവേഴ്സ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യാണ്, വരാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്കത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് സിനിമയിലായോണ്ട്, സ്റ്റോറിയിലായോണ്ട് നമ്മൾ അത് എന്ത് ചെയ്തു, ആക്സെപ്റ്റ് ചെയ്തു അല്ലെ. ഇതുപോലെ സാധാരണമായിട്ടുള്ള ഒരു റിയൽ വേൾഡിൽ കുറച്ച് മാജിക്കൽ എലമെന്റ്സ് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. ദ സ്റ്റോറി ടേക്സ് പ്ലേസ് ഇൻ എ റിയലിസ്റ്റിക് സെറ്റിംഗ് വിത്ത് എ നോർമൽ പീപ്പിൾ, നോർമൽ പ്രോബ്ലംസ്, ഫെമിലിയർ പ്ലേസസ്, ബട്ട് ദർ ഈസ് ഓൾവേസ് ആൻ അണ്ടർ കറന്റ് ഓഫ് മാജിക്, മിസ്റ്ററി ഓർ ഫാന്റസി ഫ്ലോയിങ് ത്രൂ ദ ഈവൻസ്. ഇപ്പൊ നമ്മൾ ആ മൂവി കാണുമ്പോൾ നമുക്ക് വളരെ വിശ്വസനീയമാണ്. നമ്മൾ അവസാനം ആ ക്ലൈമാക്സ് സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ കോരി തരിച്ചിരിക്കുന്നുണ്ട്, നമുക്ക് രോമാഞ്ചൊക്കെ വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്, നമ്മളത് വിശ്വസിക്കുന്നു അല്ലെ. ആ നടക്കുന്ന മാജിക്കൽ എലമെന്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. സോ ഇതുപോലെ റിയൽ സെറ്റിംഗിൽ മാജിക്കൽ എലമെന്റ്സ് വരുന്ന ഒരു ടെക്നിക്കാണ് മാജിക്കൽ റിയലിസം. അപ്പൊ ഇത്തരത്തില് ഷോർട്ട് സ്റ്റോറിയിൽ എന്ത് ചെയ്യാറുണ്ട്, ഈ നമ്മുടെ ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ് കുറച്ച് മാജിക്കൽ റിയലിസം ടെക്നിക്സ് ഒക്കെ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റോറി വായിക്കുമ്പോൾ എന്ത് ചെയ്യും, അതൊക്കെ ക്ലിയർ ആവും. അപ്പൊ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് പെലയോ ആണ്. പെലയോ ഒരു കോസ്റ്റൽ വില്ലേജിലാണ് താമസിക്കുന്നത്, തീരപ്രദേശത്താണ് താമസിക്കുന്നത്. അപ്പൊ കടലിനാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശമാണ്. അപ്പൊ അദ്ദേഹം ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിലേക്ക് ഉച്ചയ്ക്കാണ് വരുന്നത്. പക്ഷെ ഉച്ചയ്ക്ക് അവിടെ രാത്രിയാണ് എന്നുവെച്ചാ ഉച്ചയാണ് സമയം, പക്ഷെ ഡിം ലൈറ്റ് ആണ്, ഇരുടായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ തന്നെ കുറച്ച് മിസ്റ്ററിക്കൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ. ആൻഡ് ഡിസ്കവേഴ്സ് ആൻ എക്സ്ട്രീംലി ഓൾഡ് മാൻ ലൈങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ് ഓഫ് ഹിസ് കോർട്ട്യാർഡ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്ത് ഒരു വളരെ പ്രായമുള്ള ഒരാൾ കിടക്കാണ്. വളരെ പ്രായമുള്ള ഒരു അച്ഛനാണ്. പക്ഷെ ആ അച്ഛൻ എന്തുണ്ട്, കുറച്ച് ചിറകുകൾ കൂടിയുണ്ട്. നമ്മളൊക്കെ ആണെങ്കിൽ അപ്പൊ തന്നെ അത് കാണുമ്പോൾ ഒന്നെങ്കിൽ അത് സ്വപ്നമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അത് കാണുമ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ബോധം പോയിട്ടുണ്ടാവും അല്ലെ. പക്ഷെ ഇവിടെ പെലോയ്ക്ക് അത് നോർമൽ ആയിട്ടാണ് തോന്നുന്നത്. അദ്ദേഹം സാധാരണ നടന്നു വരികയാണ്, ഒരാൾ അവിടെ കിടക്കുന്നത് കാണും, അത് പാര അത് എന്നുള്ളതിലാണ് നോക്കുന്നത്.
Shocked, he runs to get his wife, Elisente, who is caring for their sick child. Peleo is frightened by the strange sight. അപ്പോൾ ഫസ്റ്റ് കണ്ടപ്പോൾ പേടിച്ചു പോയിട്ടുണ്ട്. ഇനി സ്റ്റോറി പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് കണ്ടപ്പോൾ ആരാണെന്നുള്ളതെന്നല്ലേ, നമ്മളൊരു കള്ളനെ നമ്മുടെ വീട് മുറ്റത്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആരാണെന്നുള്ള രീതിയിൽ നോക്കൂലേ, അത്തരത്തിലൊരു സ്ട്രേഞ്ച് ആയിട്ട് അദ്ദേഹം ഒന്ന് നോക്കി പേടിച്ചു പോയി നേരെ വൈഫിന്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. അതിനുശേഷം പെലെയും എലിസെന്റയും എന്ത് ചെയ്യുന്നു, ആ ഒരു ഓൾഡ് മാനെ മൊത്തം നോക്കുകയാണ്. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു റാക്ക് പിക്കറിനെ പോലെ ഉണ്ട്. റാക്ക് പിക്കർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഈ ആക്രിയൊക്കെ പെറുക്കുന്ന ആൾക്കാര് അല്ലെങ്കിൽ വേസ്റ്റ് ഒക്കെ ക്യാരി ചെയ്യുന്ന ആൾക്കാരില്ലേ, അപ്പൊ ഇവരെയൊക്കെയാണ് നമ്മൾ റാക്ക് പിക്കർ എന്ന് പറയുന്നത്. ബാൾഡിങ് ആണ്, മീൻസ് കഷണ്ടിക്കാണ്, മുടിയൊന്നുമില്ല, ടൂത്ത്ലെസ്, പല്ലില്ല, പിറ്റിഫുൾ, ഭയങ്കര ഫുൾ ഡേർട്ടി ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ അയ്യോ പാവെന്ന് തോന്നുന്ന ഒരാളാണ്. ഡാമേജ് വിങ്സ് ടെക്ക് ഇൻ ദ മഡ്, അദ്ദേഹത്തിന്റെ വിങ്സ് ഒക്കെ ഡാമേജ് ആയിട്ടുണ്ട്, അതിങ്ങനെ ചളിയിൽ ആഴ്ന്ന് കിടക്കണം, മണ്ണിൽ ആഴ്ന്ന് കിടക്കാണ്. After watching him closely, they grow used to him and finally speak to him. The man replies in a strange, unintelligible dialect with a strong sailor's voice. Peleo is also present. Okay? അപ്പോൾ ഇവർ പോയിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് അവരോട് സംസാരിക്കാൻ നോക്കും. പക്ഷെ സംസാരിക്കുമ്പോൾ അദ്ദേഹം അൺഇന്റലിജിബിൾ ഡയലക്റ്റിലാണ് തിരിച്ച് സംസാരിക്കുന്നത്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ മീനിങ് കൊടുത്തിട്ടുള്ളത് അൺനോൺ ലാംഗ്വേജ് എന്നാണ്, അവർക്ക് അറിയാത്തൊരു ഭാഷയിൽ നിന്നാണ്. അൺഇന്റലിജിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്നുള്ള മീനിങ് ആണ്. ഡയലക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഷയുടെ വകഭേദം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോഴിക്കോട് ഭാഷയ്ക്ക് തന്നെ, കോഴിക്കോടല്ല മലയാളം ഭാഷയ്ക്ക് തന്നെ കോഴിക്കോട് വേറെ സ്ലാങ് ആണ്, തൃശ്ശൂർ വേറെ സ്ലാങ് ആണ്, അങ്ങനെ ഓരോ സ്ലാങ് ഉണ്ടല്ലോ. സോ അതിനാണ് നമ്മൾ പൊതുവെ ഡയലക്റ്റ് എന്ന് പറയാറുള്ളത്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവാത്ത ഏതോ ഒരു ഭാഷയിലാണ് അദ്ദേഹം തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത്. പെലെയോ ആൻഡ് എലിസെന്റ തോട്ട് ദ മാൻ വിത്ത് വിങ്സ് വാസ് ആൻ ഷിപ്പ്‌റെക്ക്ഡ് സ്ട്രേഞ്ചർ. ഈ പെലോയും എലിസെന്റയും ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നിയത് ഏതോ കപ്പല് ദുരിതത്തിലായിട്ട് വന്നിട്ടുള്ള ഒരാളാണെന്നാണ്. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, അപ്പോഴും അദ്ദേഹത്തിന്റെ ആ ചിറകുകൾ അവർക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഒരു കൂസലും ഇല്ലാതെ ഏതെങ്കിലും ഒരു നാവികൻ ഷിപ്പ്‌റെക്കായിട്ട് വന്നതായിരിക്കും എന്നാണ് അവർ വിചാരിക്കുന്നത്. സോ വളരെ ഇത്രയും സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങളെ വളരെ നോർമലൈസ് ചെയ്തിട്ടാണ് അവർ സംസാരിക്കുന്നത്. ബട്ട് their neighbor said he was an angel who came for their sick child. അപ്പോഴാണ് നമ്മുടെ വീട്ടിലൊക്കെ ഒരു സാധനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മുടെ അയൽക്കാരൊക്കെ വരില്ലേ, അവരെ വീട്ടിൽ എന്തോ ഉണ്ട്, എന്താ സംഭവം നോക്കിയിട്ട് വരൂലേ. അപ്പൊ അതുപോലെ വീട്ടിന്റെ അടുത്തുള്ള ഒരു നെയ്ബർ വന്നിട്ട് അവരുടെ വേർഷൻ പറയാണ്, എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ വയ്യാത്ത കുട്ടീനെ അനുഗ്രഹിക്കാൻ വന്ന ഏഞ്ചലൊക്കെ ആയിരിക്കും, ചിലപ്പോ ദൈവത്തിന്റെ അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന വഴിക്ക് വീണു പോയതായിരിക്കും, ഏഞ്ചൽ ആണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് ആര് പറയും, നമ്മുടെ നെയ്ബർ പറയും. Peleo watched him carefully and later put him in the chicken coop. After this, the child got better. So Peleo and Elisenda decided to put the angel on the raft with food and water and let him go. Okay, അപ്പോൾ അങ്ങനെ നമ്മുടെ പെലെയോ എലിസെന്റയും എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇദ്ദേഹത്തിനെ ഒരു കോഴിക്കൂട്ടിൽ ഇറക്കി. നിങ്ങൾ ആലോചിക്കുക, ഏഞ്ചൽ ആയിട്ട് തന്റെ കുട്ടിയുടെ രോഗം ഭേദമാക്കുന്നു വിചാരിച്ചു വന്ന ഒരാളാണ് അവരെന്ത് ചെയ്യുന്നത്, കോഴിക്കൂട്ടിൽ അടയ്ക്കുന്നത്. അപ്പൊ വളരെ ക്രൂവലായിട്ടാണ് അല്ലെങ്കിൽ വളരെ ഇഗ്നറൻസോട് കൂടിയാണ്, ഒരു വില കൊടുക്കാത്ത രീതിയിലാണ് അവർ അദ്ദേഹത്തിനോട് ബിഹേവ് ചെയ്യുന്നത്. At dawn, Peleo and Elisenda found many neighbors crowded around the chicken coop, treating the angel like a circus animal and throwing him food. News spread fast, and soon the yard was as busy as a marketplace. Soldiers had to be called to control the crowd. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും ന്യൂസ് ഒക്കെ നാട്ടിൽ മൊത്തം സ്പ്രെഡായി, ഇങ്ങനെ ഒരു ഏഞ്ചൽ വന്നിട്ടുണ്ട്, അപ്പൊ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് ആ കോഴിക്കൂട്ടിന്റെ മുമ്പിൽ ഇപ്പൊ ഫുള്ള് ക്രൗഡാണ്, അവരെന്തൊക്കെയോ എടുത്ത് എറിയുന്നുണ്ട്, ഒരു സർക്കസ് ആനിമലിനെ പോലെ അവരെന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന് ഇങ്ങനെ വാച്ച് ചെയ്ത് നിൽക്കണം. അപ്പൊ ഈ ഒരു സൊസൈറ്റിയുടെ ആ ഒരു ക്രൂവാലിറ്റി ആണ് കാണിക്കുന്നത് അല്ലെ. അപ്പൊ അവര് വളരെ ക്യൂരിയസ്ലി എന്താണ് അവിടെ വന്നിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്ന് നോക്കിയതാണ്. അവസാനം അവരുടെ ആ ഒരു നേച്ചർ, മനുഷ്യന്മാരുടെ ഉള്ളിലുള്ള ആ ഒരു ക്രൂവൽ നേച്ചർ ആണ് ഇവിടെ റൈറ്റർ എന്ത് ചെയ്യുന്നത്, എടുത്തു കാണിക്കുന്നത്. അങ്ങനെ പെലെയും എലിസെന്റയും എന്ത് ചെയ്തു, അവിടെ ഒരു വേലിയൊക്കെ കെട്ടി വരുന്ന ആൾക്കാരിൽ നിന്നും 5 സെന്റ് വീതം ചാർജ് ചെയ്തിട്ട് ഏഞ്ചലിനെ കാണിക്കാൻ തുടങ്ങി. അപ്പൊ അവരതിനെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എടുത്തു, പണം പിരിച്ചിട്ട് നമ്മുടെ ഏഞ്ചലിനെ കാണിക്കാൻ വേണ്ടി തുടങ്ങി. People traveled from far away, including sick people hoping to be healed. Within a week, Peleo and Elisenda earned so much money that their rooms were full of it. അങ്ങനെ ദൂര സ്ഥലത്ത് നിന്ന് വരെ ആൾക്കാർ വരാൻ തുടങ്ങി. അസുഖമായിട്ടുള്ളവര്, വീക്ക് ആയിട്ടുള്ളവരൊക്കെ ഈ ഏഞ്ചലിനെ കണ്ടാൽ ഭേദമാവും എന്ന് വിശ്വസിച്ച്, എന്നാ ഒരു കഥ വിശ്വസിച്ചിട്ട് എല്ലാവരും വരാൻ തുടങ്ങി. അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ പെലെയും എലിസെന്റയും ഒക്കെ എന്തായി, നല്ല റിച്ച് ആയിട്ട് മാറി. And the angel took no part in the excitement around him.
he only tried to rest in the chicken coop. People first tried feeding him mothballs, but he would only eat eggplant mush. And his only special power seemed to be his great patience. ആൾക്കാർ എന്തൊക്കെ ചെയ്തിട്ടും അദ്ദേഹത്തിന്റെ ഒരു പവർ ആയിട്ട് കാണിക്കാൻ അല്ലെങ്കിൽ നമ്മൾക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഗ്രേറ്റ് പേഷ്യൻസ് ആണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഗ്രേറ്റ് പവർ അദ്ദേഹത്തിന്റെ ഗ്രേറ്റ് പേഷ്യൻസ് ആണ് എന്ന് തന്നെയാണ് ഇവിടെ നമ്മുടെ റൈറ്റർ പറയുന്നത്. അത് മനസ്സിലാക്കട്ടോ. വളരെ പേഷ്യന്റ് ആയിട്ടുള്ള, വളരെ ക്ഷമയുള്ള ഒരാളായിട്ടാണ് ഏഞ്ചലിനെ ഇവിടെ നമ്മുടെ റൈറ്റർ പറയുന്നത്. അവർക്ക് എന്തൊക്കെയോ ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അദ്ദേഹം ഒള്ളി ഈറ്റ് എഗ് പ്ലാന്റ് മഷ്, എഗ് പ്ലാന്റ് മഷ് മാത്രമാണ് കഴിക്കുന്നത്. അങ്ങനെ ആൾക്കാർ അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടാക്കാൻ നോക്കുന്നുണ്ട്, കുറെ കാര്യങ്ങളൊക്കെ എടുത്ത് എറിയുന്നുണ്ട്. എന്നിട്ടും അദ്ദേഹം വളരെ പേഷ്യന്റ് ആയിട്ട്, വളരെ ക്ഷമയോടുകൂടി ഇതിനൊന്നും പ്രതികരിക്കാതെയാണ് ആ ഒരു ചിക്കൻ കൂപ്പിൽ കഴിഞ്ഞുകൂടുന്നത്. When sick people pulled out the feathers, hoping to be healed, and even when others threw stones to make him stand up. ഈ അസുഖമുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ചിറകുകളിൽ നിന്ന് തൂവലുകൾ പറിച്ചെടുക്കുകയാണ്, അതുപോലെ സ്റ്റോൺസ് ഒക്കെ എടുത്ത് എറിയാണ് അദ്ദേഹത്തിനെ, മീൻസ് എഴുന്നേറ്റ് കാണാൻ വേണ്ടിയിട്ട്. എറിയുന്ന സമയത്ത് എഴുന്നേക്കും എന്ന് വിചാരിച്ചിട്ട് കുറെ സ്റ്റോൺസ് ഒക്കെ എടുത്ത് എല്ലാവരും ത്രോ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതൊന്നും അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നില്ല, എഫക്ട് ചെയ്യുന്നില്ല. അങ്ങനെ ആ സമയത്താണ് ആ നാട്ടിലേക്ക് ഒരു ട്രാവലിംഗ് ഷോ വരുന്നത്. ആ ട്രാവലിംഗ് ഷോയില് എ വുമൺ ഹു ഹാഡ് ബീൻ ടേൺഡ് ഇൻടു എ സ്പൈഡർ ബൈ എ ലൈറ്റ്നിങ് സ്ട്രൈക്ക്. അല്ലേ, ഇതൊക്കെ മാജിക്കൽ റിയലിസത്തിന് എക്സാമ്പിൾ ആണ്. നമ്മുടെ ഓൾഡ് മാൻ വിത്ത് വിങ്സും അതുപോലെ ഈ ഒരു സ്പൈഡർ വുമണും ഒക്കെ മാജിക്കൽ റിയലിസം ആണ് കേട്ടോ. ആ ഒരു നോർമൽ സെറ്റിംഗിൽ മാജിക്കൽ എലമെന്റ്സ് നമ്മുടെ റൈറ്റർ കൊണ്ടുവരാണ്. ആ സമയത്താണ് ഒരു സ്പൈഡർ വുമൺ, ഇടിമിന്നൽ ഏറ്റിട്ട് സ്പൈഡർ ആയിട്ട് മാറിയിട്ടുള്ള ഒരു വുമന്റെ ഷോ കൊണ്ടുവരുന്നത്. അപ്പൊ ആൾക്കാര് നമ്മുടെ ഏഞ്ചലിനെ മറന്ന് ഇഗ്നർ ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, പൈസ കൊടുത്തിട്ട് നമ്മുടെ സ്പൈഡർ വുമനെ കാണാൻ പോവാണ്. അവിടെ ടിക്കറ്റ് വില എന്തായിരിക്കും, കുറച്ചും കൂടി ചീപ്പും ആയിരുന്നു. അങ്ങനെ എല്ലാവരും ആ ഒരു സ്പൈഡർ വുമന്റെ അടുത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് തുടങ്ങി. Peleo and Elisenda used the money they earned from the angel to build a big new house with gardens, balcony and bars on the windows. Peleo quit his job and Elisenda bought fancy shoes and silk dresses, but they ignored the chicken coop which smelled so bad it made the new house seem old. Okay? അപ്പോൾ ഒന്നുമില്ല, അവർ ആ പൈസ കൊണ്ട് വളരെ റിച്ചായി നല്ല ലാവിഷ് ലൈഫ് ജീവിക്കുകയാണ്. അവർ ആ ഒരു ഏഞ്ചലിനെ പാടെ മറന്നു. ആ ചിക്കൻ കൂപ്പിൽ വളരെ ബാഡ് സ്മെല്ലൊക്കെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ അതിനെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ പാവം ഏഞ്ചൽ എന്ത് ചെയ്യാണ്, ജീവിച്ച് പോയി. At first they kept their child away from the coop, but soon they got used to the smell, and before the child grew his second teeth, he even went inside the coop to play because it was falling apart. Both the child and the angel got chicken pox at the same time. അല്ലേ, അപ്പോൾ കുട്ടികളൊന്നും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോവാറില്ലായിരുന്നു. പിന്നെ നമ്മുടെ പെലയുടെ മകനും അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ കൂപ്പിലുള്ള ഏഞ്ചലിന് കുറേ സമയം ചിക്കൻ ബോക്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ സ്റ്റോറി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, നമുക്ക് ലൈൻ ബൈ ലൈൻ എന്ത് ചെയ്യാം, ഇനി ലൈവ് ക്ലാസ്സസ് ഒക്കെ വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓവറോൾ ഇതിലെ എല്ലാ ഇവന്റ്സും എല്ലാ ഐഡിയയും ഞാൻ തരാനാണ് വിചാരിക്കുന്നത് കേട്ടോ. Okay, so the doctor who checked the child also examined the angel and was amazed. അങ്ങനെ ഡോക്ടർ വന്നിട്ട് കുട്ടീനെയും ഏഞ്ചലിനെയൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഡോക്ടർ couldn't understand why people didn't have wings too. അപ്പൊ അദ്ദേഹത്തിന്റെ ഹാർട്ടും കിഡ്നീസും ഒക്കെ നോക്കുമ്പോൾ സാധാ ആൾക്കാർക്ക് ഉള്ള പോലെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഡോക്ടർ ഇങ്ങനെ വിചാരിക്കുകയാണ്, എന്താ നമ്മൾ മനുഷ്യന്മാർക്ക് അപ്പൊ ബാക്കിയുള്ളവർക്കൊക്കെ എന്താ ചിറകില്ലാത്തതെന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുകയാണ്. ഇതൊക്കെ മാജിക്കൽ റിയലിസം ആണ്, ഒരിക്കലും ഒരു നാട്ടിലും നടക്കാത്ത കാര്യങ്ങളാണ്. പക്ഷെ ആ ഒരു സെറ്റിംഗിൽ വരുമ്പോൾ നമ്മൾ വിശ്വസിച്ചു പോവാണ്. So when the child started school, the chicken coop had fallen apart from the sun and rain, and the angel wandered around weakly like he was dying. He could hardly eat and kept bumping into things. Peleo let him sleep in the shed, and they realized he had a fever. They feared he would die, but he survived the winter and slowly grew new stiff feathers. അങ്ങനെ നമ്മുടെ ഏഞ്ചലിന് വളരെ വയ്യാണ്ടാവാണ്, വളരെ വീക്കാവാണ്. അപ്പൊ പെലോയെ വിചാരിച്ചു അദ്ദേഹം ഇപ്പൊ അടുത്ത് മരിച്ചു പോകും എന്ന് വിചാരിച്ചു. പക്ഷെ അദ്ദേഹം ആ ഒരു വിന്ററിനെ സർവൈവ് ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിന്റെ പഴയ ഫെദേഴ്സിൽ നിന്ന് പുതിയ ഫെദേഴ്സ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കാൻ തുടങ്ങി. അപ്പൊ ഇത്രയും സർക്കംസ്റ്റാൻസസുകൾ, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആ ഒരു അഡ്വേഴ്സിറ്റീസിൽ നിന്നും നമ്മുടെ ആ ഒരു ഓൾഡ് മാൻ എന്ത് ചെയ്യാണ്, വീണ്ടും പുതിയ ലൈഫിലേക്ക് പോവാണ് എന്നാണ് കാണിക്കുന്നത്. One day Elisenda saw the angel trying to fly. At first he was clumsy, almost crashing into the shed, but soon he managed to lift himself into the air. Elisenda felt relieved as she watched him fly higher and disappear into the distance.
Once he was gone, he became nothing more than a tiny dot on the horizon. Okay, അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി അവസാനിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് പുതിയ ചിറകുകളൊക്കെ മുളയ്ക്കാണ്. ഒരു ദിവസം നമ്മുടെ എലിസന്റെ ബാൽക്കണിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഏഞ്ചൽ ചിക്കൻ കൂപ്പിന്റെ മുകളിൽ നിന്ന് പറക്കാൻ ട്രൈ ചെയ്യുന്നതായിട്ട് അവർ കാണാണ്. അപ്പൊ ഫസ്റ്റ് വളരെ ക്ലംസി ആയിട്ടാണ് പറക്കുന്നത്. ഇങ്ങനെ പറക്കാൻ ശ്രമിക്കുമ്പോൾ വീണു പോകുന്നുണ്ട്, അവിടെ ഇവിടെ തട്ടുന്നൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ മെല്ലെ മെല്ലെ അദ്ദേഹം ട്രൈ ചെയ്ത് സ്റ്റഡി ആയിട്ട് പറന്നു പോവുകയാണ് മുകളിലേക്ക്. അങ്ങനെ പറന്ന് ഒരു ഡോട്ട് പോലെ അദ്ദേഹം എന്ത് ചെയ്യാണ്, പറന്ന് മുകളിലേക്ക് പോവാണ്. എങ്ങനെയാണ് ആ ഒരു സ്റ്റോറി എന്ത് ചെയ്യുന്നത്, അവസാനിക്കുന്നത്. അപ്പൊ എലിസന്റെക്ക് ആശ്വാസമാവാണ് ചെയ്യുന്നത്. ഇത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിലും അവർക്ക് അവര് പോയല്ലോ, രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ എലിസന്റെ ആശ്വസിക്കുന്നതാണ് ഈ ഒരു സ്റ്റോറിയിൽ എൻഡ് ചെയ്യുന്നത്. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. കുറച്ച് മാജിക്കൽ എലമെന്റ്സും കുറച്ച് നമുക്ക് അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സും ഒക്കെ ഉള്ള ഒരു സ്റ്റോറിയാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് വായിച്ചിരിക്കുക. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്ന സമയത്ത് ഇത് ഒന്ന് വായിച്ചു നോക്കാം. ഫുൾ സ്റ്റോറി നല്ല രസമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് വായിച്ചിരിക്കാം. അപ്പൊ ഈ ഒരു സ്റ്റോറിനെ പറ്റിയിട്ടുള്ള ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ലവ് യു ഓൾ, ബൈ.